ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള PSC ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന പോർഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ആൻ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ കോൺഫിഗറേഷൻ യൂസിംഗ് op-amp with slew rate 1 volt per microsecond. The value of resistors used in the circuit is RF equal to RI equal to 10 kilo ohm. What is the shortest interval of time that the input pulse could rise to 5 volt without exceeding the amplifier's slew rate? ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? സ്ലീവ് റേറ്റ് തന്നിട്ടുണ്ട്, 1 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് എന്നുള്ളതാണ് സ്ലീവ് റേറ്റ്. അതേപോലെ തന്നെ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ RF ഈക്വൽ ടു R ഇൻപുട്ട് ഈക്വൽ ടു 10 കിലോ ഓം എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഇന്റർവൽ ഓഫ് ടൈം ദാറ്റ് ദ ഇൻപുട്ട് പൾസ് കുഡ് റൈസ് 5 വോൾട്ട്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ടൈം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്ലീവ് റേറ്റിന്റെ ഇക്വേഷൻ എന്താണ്? സ്ലീവ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് വി ഔട്ട് പെർ ടൈം ആണ്. അതായത് ടൈമിനനുസരിച്ചിട്ട് എത്രത്തോളം ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് സ്ലീവ് റേറ്റിന് ഡെൽറ്റ വി ഔട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നൊരു ഇക്വേഷനും കൊടുക്കാം. അതായത് വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? എത്ര മൈക്രോ സെക്കൻഡിൽ നമ്മുടെ വോൾട്ടേജസിൽ ഉണ്ടാവുന്ന ചേഞ്ച്. 1 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോ സെക്കൻഡിൽ 1 വോൾട്ട് ചേഞ്ച് ആണ് വരുന്നതെന്നാണ്. സോ ഇവിടെ സ്ലീവ് റേറ്റ് ഡെൽറ്റ വി ഔട്ട് ബൈ ടി ആണ്, ഡെൽറ്റ ടി ആണ്. ഇവിടെ വി ഔട്ട് തന്നിട്ടുണ്ട്. എന്താണ് തന്നേക്കുന്നത്? 5 വോൾട്ട് ആണ് വി ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് വി ഔട്ട് എന്നുള്ളത് മുകളിലത്തെ ഇക്വേഷനിൽ നിന്നും എങ്ങനെ എഴുതാൻ പറ്റും? സ്ലീവ് റേറ്റ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാൻ പറ്റും. ഇതിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ ടി എന്ന് പറയുന്നത് വി ഔട്ട് ഡിവൈഡഡ് ബൈ സ്ലീവ് റേറ്റ് എന്ന് കിട്ടും. ഇവിടെ വി ഔട്ട് എന്ന് പറഞ്ഞാൽ 5 വോൾട്ടും അതേപോലെ സ്ലീവ് റേറ്റ് തന്നിരിക്കുന്നത് 1 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. ഓക്കെ, വോൾട്ടും ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 5 മൈക്രോ സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, 5 മൈക്രോ സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് സർക്യൂട്ട് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സൈൻ വേവ് ടു സ്ക്വയർ വേവ് കൺവേർട്ടർ ഓഫ് സെയിം ഫ്രീക്വൻസി. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ സൈൻ വേവിനെ സ്ക്വയർ വേവ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ടിന്റെ പേരാണ്. ആ സർക്യൂട്ടാണ് ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇതെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കമ്പാരേറ്റർ ആണ്. അതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സൈൻ വേവിനെ സ്ക്വയർ വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു? ഒരു കമ്പാരേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമുക്കൊരു op-amp യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്മിറ്റ് ട്രിഗർ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഇൻപുട്ട് ഇങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, ഇൻപുട്ട് ഇവിടെ കൊടുക്കുന്നു, വി ഇൻ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വെച്ചിട്ട് സ്മിറ്റ് ട്രിഗർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. നമുക്ക് നോൺ ഇൻവേർട്ടിംഗ് വെച്ചിട്ട് വേണമെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. ഇവിടുന്ന് ഒരു ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്നാണ് വി ഔട്ട്പുട്ട് എടുക്കുക. ഇത് പ്ലസ് വി സി സി, ദെൻ മൈനസ് വി സി സി, ഇത് പ്ലസ് വി സി സി, ഇത് മൈനസ് വിഇ. ഓക്കെ, ഇതാണ് സ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സൈൻ വേവ് ടു സ്ക്വയർ വേവ് കൺവേർട്ടർ ആണെന്ന് പറഞ്ഞു. ഇൻപുട്ട് എന്തായിരിക്കും? ഒരു സൈൻ വേവ് ആയിരിക്കും. അതേപോലെ തന്നെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു സൈൻ വേവ് ആയിരിക്കും. ഔട്ട്പുട്ടിലെ സ്ക്വയർ വേവ് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 2 വാല്യൂ ഓഫ് വോൾട്ടേജസ് ഉണ്ടാവും, അപ്പർ വാല്യൂ ആൻഡ് ലോവർ വാല്യൂ. അതിന് സ്മിറ്റ് ട്രിഗർ സർക്യൂട്ടിൽ പറയുന്ന പേരെന്ന് പറയുന്നത് അപ്പർ ത്രഷോൾഡ് വോൾട്ടേജ് VUT, അതുപോലെ തന്നെ ലോവർ ത്രഷോൾഡ് വോൾട്ടേജ് VLT എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ വോൾട്ടേജസിന്റെ ആ വോൾട്ടേജും ഈ സൈൻ വേവും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് എങ്ങനെ വരണം എന്ന് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ അപ്പർ ത്രഷോൾഡ് വോൾട്ടേജും ലോവർ ത്രഷോൾഡ് വോൾട്ടേജും മാർക്ക് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ട് സ്ക്വയർ വേവ് എങ്ങനെയാ കിട്ടുന്നതെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഔട്ട്പുട്ട് സ്ക്വയർ വേവ് എന്ന് പറയുന്നത് കറക്റ്റ് ഈ ലെവലിലായിരിക്കും വരിക. ഓക്കെ, എങ്ങനെയാണോ ഈ ത്രഷോൾഡ് വോൾട്ടേജസിന്റെ ഒരു പൊസിഷൻ, അതിനനുസരിച്ചായിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുക. സോ ഇതാണ് സ്മിറ്റ് ട്രിഗറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇത് ഒരു കമ്പാരേറ്റർ സർക്യൂട്ട് ആണ്. ഇവിടെ സൈൻ വേവ് ടു സ്ക്വയർ വേവ് കൺവേർഷൻ ആണ് നടക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സ്റ്റേറ്റ് ദ PLL ട്രാക്സ് എനി ചേഞ്ച് ഇൻ ദ ഇൻപുട്ട് ഫ്രീക്വൻസി അറ്റ്. PLL ട്രാക്സ് എനി ചേഞ്ച് ഇൻ ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്
ആൻസർ എന്ന് പറയുന്നത് ലോക്ക് റേഞ്ച് എന്നുള്ളതാണ്. ഈ PLL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് PLL എന്ന് പറയുന്നത്? അതായത് വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് PLL എന്ന് പറയുന്നത്. VCOയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്. VCO എന്ന് പറഞ്ഞാൽ എന്താണ്? 566 IC കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ഉണ്ട്. അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് IC 566 തന്നെയാണ്. സോ VCO എന്ന് പറയുന്നതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് PLL. PLL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫേസ് ഡിറ്റക്ടർ ആയിരിക്കും. അതിനുശേഷം ഒരു ലോ പാസ് ഫിൽറ്റർ ഉണ്ടാവും, ലോ പാസ് ഫിൽറ്റർ. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഒരു VCO, ദെൻ അതെടുത്ത് ഫീഡ്ബാക്ക് ചെയ്ത് ഫേസ് ഡിറ്റക്ടറിൽ കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നു, ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇതാണ് ഒരു ഫേസ് ലോക്ക് ലൂപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സ്റ്റേജ് ആണ് എന്ത്? ലോക്ക് സ്റ്റേജ് എന്ന് പറയുന്നത്. ലോക്ക് റേഞ്ചും ഉണ്ട്, അതേപോലെ തന്നെ വേറൊരു റേഞ്ച് ഉള്ളത് ക്യാപ്ചർ റേഞ്ചും PLL അവൈലബിൾ ആയിട്ടുണ്ട്. ലോക്ക് റേഞ്ച് ആൻഡ് ക്യാപ്ചർ റേഞ്ച്. അതിൽ ലോക്ക് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PLL ട്രാക്സ് എനി ചേഞ്ച് ഇൻ ദ ഇൻപുട്ട് ഫ്രീക്വൻസി ആണ് ലോക്ക് റേഞ്ച്. അതേപോലെ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഓവർ വിച്ച് PLL ക്യാൻ അക്വയർ ലോക്ക്, അതാണ് ലോക്ക് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, PLL ക്യാൻ അക്വയർ ലോക്ക് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ക്യാപ്ചർ റേഞ്ച് ആണ് എഴുതേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ ട്രാക്ക് എനി ചേഞ്ച് ഇൻ ഇൻപുട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ലോക്ക് റേഞ്ച് എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ VCOയുടെ ഒരു ആപ്ലിക്കേഷൻ വരുന്നതാണ് PLL. PLLന്റെ ബ്ലോക്ക് ഡയഗ്രം ഇങ്ങനെയാണ് വരുന്നത്. രണ്ട് സെക്ഷൻസ് ഉണ്ട്, ഒന്ന് ലോക്ക് റേഞ്ചും ഒന്ന് ക്യാപ്ചർ റേഞ്ചും. ലോക്ക് റേഞ്ച് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ PLL ട്രാക്സ് എനി ചേഞ്ച് ഇൻ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് റേഞ്ച് ആണെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഔട്ട്പുട്ട് അക്വയർ ചെയ്യുന്ന ഒരു റേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ ക്യാപ്ചർ റേഞ്ച് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement is correct for 555 IC timer? 555 IC ടൈമർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 555 IC ടൈമർ എന്ന് പറയുന്നത് ഒരു 8 പിൻ ഡിപ്പ് പാക്കേജ് ആണെന്ന് പറഞ്ഞിരുന്നു. എത്ര പിന്നാ ഉള്ളത്? 8 പിൻസ് ആണുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ 555 ടൈമർ IC എന്ന് പറയുന്നത് ടൈമർ സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതിന് എത്ര മോഡ്സ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്? 3 മോഡ്സ് ആണുള്ളത്. ഒന്ന് മോണോ സ്റ്റേബിൾ മോഡ്, പിന്നെ അസ്റ്റേബിൾ മോഡ്, ദെൻ ബൈസ്റ്റേബിൾ മോഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ എന്താന്ന് നോക്കുക. ഇറ്റ് ഓപ്പറേറ്റ് ഇൻ സിംഗിൾ മോഡ് അല്ല, 2 മോഡ് അല്ല, 3 മോഡ് കറക്റ്റ് ആണ്. ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ 4 മോഡ്, അതും തെറ്റാണ്. അപ്പം 3 മാത്രമേ റൈറ്റ് ആയിട്ടുള്ളൂ. സോ ഓപ്ഷൻ ബി ഓൺലി 3 എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. നമുക്ക് മോണോ സ്റ്റേബിൾ മോഡ് എന്താന്ന് നോക്കാം. മോണോ സ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1 ഷോട്ട് പൾസ് ജനറേറ്റർ ആണ്. 1 ഷോട്ട് പൾസ് ജനറേറ്റർ ആണ്. അതേപോലെ തന്നെ ഒരു ട്രിഗർ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മോഡാണ് മോണോ സ്റ്റേബിൾ മോഡ്. അതേപോലെ തന്നെ നമുക്ക് മോണോ സ്റ്റേബിൾ മോഡ് ആപ്ലിക്കേഷൻ വരുന്നത് ടൈമേഴ്സിൽ വരുന്നുണ്ട്, അതേപോലെ എന്തിൽ വരുന്നുണ്ട്? ഫ്രീക്വൻസി ഡിവൈഡേഴ്സിലുണ്ട്, അതേപോലെ പൾസ് ഡിറ്റക്ഷൻ ആപ്ലിക്കേഷനിലും വരുന്നുണ്ട്. അതാണ് മോണോ സ്റ്റേബിളിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അസ്റ്റേബിൾ ആണ്. അസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസിലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു കണ്ടിന്യൂസ് സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പൾസ് ജനറേഷൻ, ലോജിക് ക്ലോക്സ്, ടോൺ ജനറേഷൻ, അതിനൊക്കെയാണ് അസ്റ്റേബിൾ യൂസ് ചെയ്യുക. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ബൈസ്റ്റേബിൾ ആണ്. ബൈസ്റ്റേബിൾ എന്ന് പറയുന്നത് 555 ടൈമർ ഓപ്പറേറ്റ് ആസ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എത്ര സ്റ്റേബിൾ സ്റ്റേറ്റാ ഉള്ളത്? 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് ഉള്ളത്. ഒരു ഹൈയും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ലോയും ഉണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ബൈസ്റ്റേബിൾ. ഈ 3 കാറ്റഗറി ആയിട്ടും നമുക്ക് 555 ടൈമറിനെ യൂസ് ചെയ്യാൻ പറ്റും. മോണോസ്റ്റേബിൾ ആയും, അസ്റ്റേബിൾ ആയിട്ടും, ബൈസ്റ്റേബിൾ ആയിട്ടും. അതുകൊണ്ട് തന്നെ 3 മോഡ്സ് ആണ് എന്തിനുള്ളത്? 555 IC ടൈമറിന് ഉള്ളതെന്ന് പറയാൻ പറ്റും. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഓപ്പ് ആംപ്സ് ആർ റിക്വയർഡ് ടു ഇംപ്ലിമെന്റ് ദിസ് ഇക്വേഷൻ? അതായത് ഇവിടെ വി ഔട്ട് ഈസ് ഈക്വൽ ടു R3 by R1 plus R3 into R2 plus R4 divided by R2 into V1 minus R4 by R2 into V2. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? A into V1 minus B into V2 എന്ന് പറയാം. ഇതിൽ എ പോർഷൻ എന്ന് പറയുന്നത് ഇതും, അതേപോലെ ബി പോർഷൻ എന്ന് പറയുന്നത് ഇതുമാണ്. നമ്മളിത് ഈ ഇക്വേഷൻ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും. ഇതെന്ന് പറയുന്നത് ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എങ്ങനെയാണ് വരുന്നത്? -RF by R1 എന്നല്ലേ? അത് ഇവിടെ ഒരു മൈനസ് സിമ്പലും ഉണ്ട്. അതുകൊണ്ട് ഇതൊരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഫോളോഡ് ബൈ എ വോൾട്ടേജ് ഡിവൈഡർ എന്ന് പറയാൻ പറ്റും. വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്?
നമുക്കറിയാം വോൾട്ടേജ് ഡിവൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് V1 ഇൻറ്റു ആ കറസ്പോണ്ടിങ് റെസിസ്റ്റർ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡയഗ്രത്തിന് നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു സബ്ട്രാക്റ്റിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്യണം, പ്രീ പ്രോസസ് ചെയ്യണം. കാരണം ഇവിടെ നമുക്ക് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോർഷനെ നമ്മൾ V1 എന്നും ഈ പോർഷനെ V2 എന്നും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓപ്പാമ്പിന്റെ പോർഷൻ എന്ന് ഇവിടെ ഇത് രണ്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ ഓരോ ഓപ്പാമ്പ് വേണം. അതായത് V1 എന്ന് പറയുന്ന പോർഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഓരോ ഓപ്പാമ്പ്, അതേപോലെ V2 എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഓപ്പാമ്പ്. ഇത് രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സബ്ട്രാക്ടറിലേക്ക് കൊടുക്കണം. അതായത് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിലേക്ക് കൊടുക്കണം. അതിനുവേണ്ടി ഒരു തേർഡ് ഓപ്പാമ്പ് യൂസ് ചെയ്യണം. അങ്ങനെ ഇവിടെ ടോട്ടലി 3 ഓപ്പാംസ് ആണ് വേണ്ടി വരിക. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 3 എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഹാസ്. ഐഡിയൽ ഓപ്പാമ്പ് എന്ന് പറയുന്നതിന് നമ്മൾ പഠിച്ചു എന്താണ്, ഇൻഫൈനൈറ്റ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണോ? അല്ല. സീറോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ്. സീറോ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണോ? അല്ല. ഇൻഫൈനൈറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. ഇൻഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത് ആണോ? അതെ. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആണോ? അല്ല. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരിക. കാരണം ഇൻഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത് ആണ്. നമ്മുടെ ഓപ്പാമ്പിന്റെ ഐഡിയൽ ഓപ്പാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇൻഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത് ആണ്. അതേപോലെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ നമ്മുടെ സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. CMRR എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. പിന്നെ ഓഫ്സെറ്റ് വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, ഇത്രയാണ് ഒരു ഐഡിയൽ ഓപ്പാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, ഇൻഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഈസ് ആപ്ലിക്കേഷൻ ഓഫ്. D2A കൺവേർട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ R2 ആഡർ നെറ്റ്വർക്ക് ഒക്കെ പഠിച്ചിട്ടുണ്ട്. D2A എന്ന് പറയുന്നത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ എന്ന് പറയുന്നത് ഒരു സ്കെയിലിംഗ് ആഡറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്കെയിലിംഗ് ആഡർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണോ D2A കൺവേർട്ടർ? അല്ല. അതേപോലെ വോൾട്ടേജ് ടു കറണ്ട് കൺവേർഷനും യൂസ് ചെയ്യുന്നില്ല. അഡ്ജസ്റ്റബിൾ ബാൻഡ് വിഡ്ത്ത് സർക്യൂട്ട്സിനും യൂസ് ചെയ്യുന്നില്ല. സോ ഒരു സ്കെയിലിംഗ് ആഡർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ബിറ്റ്വീൻ ഡിഫറൻഷ്യൽ ഗെയിൻ ടു കോമൺ മോഡ് ഗെയിൻ എന്താണ് വരിക? CMRR ആണ് വരിക. ഓക്കെ, ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ടു കോമൺ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരെന്താണ്? CMRR. ഇവിടെ ഓപ്ഷൻ വരുന്നത് കോമൺ മോഡ് റിജക്ഷൻ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഷ്മിഡ് ട്രിഗർ ഈസ് യൂസ്ഡ് ഫോർ. നമ്മൾ പഠിച്ചിരുന്നു ഷ്മിഡ് ട്രിഗർ എന്ന് പറയുന്നത് ഫസ്റ്റ് സർക്യൂട്ടിൽ നമ്മൾ പഠിച്ചിരുന്നു. അതെന്താണ്? പൾസ് ഷേപ്പിംഗ് ആണ്. അതായത് ഒരു ഇൻപുട്ട് സൈൻ വേവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പൾസ് സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഷ്മിഡ് ട്രിഗർ വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ കണ്ടിരുന്നു. ഇതാണ് ഇൻപുട്ട് സിഗ്നൽ വരുന്നതെങ്കിൽ ഔട്ട്പുട്ടിൽ വരുന്നത് ഒരു സ്ക്വയർ വേവ് ആയിരിക്കും. അപ്പം സൈൻ വേവ് ടു സ്ക്വയർ വേവ് കൺവേർട്ടർ എന്നും പറയാറുണ്ട്. അതൊരു പൾസ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ an ideal op-amp Z ഔട്ട്പുട്ട് വിൽ ബി. അതായത് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്തെന്നുള്ളതാണ്. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഐഡിയൽ കേസിൽ 0 ആയിരിക്കും, പ്രാക്ടിക്കൽ കേസിൽ വളരെ ലോ ആയിരിക്കും. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, 0 ഓം എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പോപ്പുലർ കൊമേഴ്ഷ്യൽ ഓപ്പാമ്പ് IC. ഓപ്പാമ്പ് ICയുടെ പേരെന്താണ്? IC 741. ഇതൊരു 8 പിൻ DIP പാക്കേജ് ആണ്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പോൾ 741 IC 741 എന്ന് പറയുന്നതായിരിക്കും ഇതിന്റെ ഓപ്പാമ്പ് IC എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ഓപ്പാമ്പ് IC എന്ന് പറയുന്നത് IC 741 ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.